കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടെ വയറ്റിൽ കത്രിക വെച്ച് മറന്ന ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഹർഷിന എന്ന യുവതി വലിയൊരു നിയമ പോരാട്ടം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഇന്ന് നമ്മളുടെ കൂടെ ഹർഷിനയാണ് ഉള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ ഒരു വിവാദം തന്നെയായിരുന്നു നമ്മുടെ വയറ്റിൽ കത്രിക വെച്ച് കുടുങ്ങിയത്. കഴിഞ്ഞ സർക്കാരിലെ ആരോഗ്യമന്ത്രി നമ്മൾ കൂടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഉറപ്പ് തന്നതാണ് നമുക്ക് നീതി ഉറപ്പാക്കുന്നു. എന്നിട്ട് അതിന് ശേഷം തുച്ഛമായ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് അത് നമുക്ക് പോരാ, അത് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അതിനുശേഷം ഒരു തരത്തിലുള്ള പരിഗണന ഉണ്ടായിട്ടില്ല. എന്നും ചോദിക്കുമ്പോൾ ഹർഷിനൻ്റെ കൂടെയാണ്, സർക്കാർ കൂടെ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ അവസാനത്തിലേക്ക് ഇനി കോടതി തീരുമാനിച്ചോളൂ എന്നുള്ള രൂപത്തിലേക്കാക്കി. അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇത്രയും വേദനകളും ഇപ്പോഴും ഈ നിൽക്കുന്ന നിമിഷം പോലും വേദന അനുഭവിച്ചുകൊണ്ട്, കാരണം സർജറികൾ ഒരുപാട് കഴിഞ്ഞു. കത്രിക എടുത്തതിന് ശേഷം അടുത്ത വേറൊരു സർജറി കഴിഞ്ഞു. അപ്പോൾ നിരന്തരം ചികിത്സ ആവശ്യമാണ്. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു പോയി സാമ്പത്തികമായിട്ടും. അപ്പോൾ ഒരു സഹായം ചോദിച്ചു. അവരൊരിക്കലും അതൊരു പരിഗണനയിൽ വെക്കാതെ നമ്മളെ അവസാനം ഒരു ശത്രുക്കളെ പോലെ ആണ് അവഗണിച്ചു വിട്ടു. ഇനി പുതിയ സർക്കാർ വന്ന അവസരത്തിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ സമയത്ത് പ്രതിപക്ഷത്തിരുന്ന അവർ, പ്രതിപക്ഷ നേതാവായിരുന്നു നമ്മളിപ്പോഴത്തെ CM അടക്കം നമ്മളടുത്ത് വന്നിട്ട് നമ്മളോട് ഐക്യദാർഢ്യപ്പെട്ട് നമുക്ക് നീതി ലഭിക്കേണ്ടതാണ്, അർഹതപ്പെട്ടതാണ്, ഇത് നമ്മളെ കാരണം കൊണ്ട് വന്നതല്ലല്ലോ, ആരോ ചെയ്ത പിഴവിനാൽ വലിയൊരു പിഴവ് സംഭവിച്ചു. നമ്മളെ ജീവിതം തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ, നമ്മളെ ജീവിതം തന്നെ ഒരു നമ്മളെ നഷ്ടങ്ങൾക്കൊന്നും ആർക്കും പരിഹാരം തരാനാവില്ല. എന്നാലും നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാമ്പത്തിക നഷ്ടമെങ്കിലും ഞങ്ങൾക്ക് തന്നേ മതിയാവുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ചെയ്ത ആളുകൾക്കെതിരെയുള്ള ശിക്ഷാ നടപടിയും അത് അവർ എല്ലാം ഉറപ്പ് തന്നിട്ട് ഒന്നും ആയില്ലല്ലോ. ഇനി പുതിയ സർക്കാർ വന്ന് ഈ ഒരു സമയത്ത് നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നമ്മളെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന തിങ്കളാഴ്ച നമ്മൾ CM നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പുതിയ സർക്കാരിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ. തീർച്ചയായും ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മളെ വേദനകൾ അവർ അടുത്ത് വന്ന് കണ്ടറിഞ്ഞ് നമ്മളോട് കൂടെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് കൂടെ നിന്നതാണ്. വെറുതെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല. പുറത്ത് നമ്മൾ പല വിമർശനങ്ങളും, നമ്മൾ രാഷ്ട്രീയ സമരത്തിലാണ്, UDFന് വേണ്ടി രാഷ്ട്രീയം കളിക്കാന്ന് വരെ പറഞ്ഞു അവസാനം നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഇറങ്ങിയപ്പം. പക്ഷേ നമുക്ക് ഒരു രാഷ്ട്രീയമില്ല. നമ്മളെ വേദന, നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളാണ് നമ്മളെ രാഷ്ട്രീയം. അതിൽ നമുക്ക് നമ്മളെ കൂടെ നിൽക്കാതെ, നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച ആളുകളെ നമ്മൾ അവരെ കൂടെ അവരെ വിടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കൂടെ നിന്നവരെ കൂടെ നിൽക്കുക, ഒരു പ്രതീക്ഷയുണ്ട്, എന്തായാലും ഉറപ്പായിട്ടും നൽകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. ഉറപ്പ് തന്ന കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ക്യാബിനറ്റിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മളെപ്പോലെ ഇത്രയും വേദനയും പ്രയാസം അനുഭവിച്ച് ഇത്രയും കാലം നീതിക്ക് വേണ്ടി തെരുവിൽ വരെ പോരാടി നമുക്ക് എന്തായാലും അവർ നീതി ഉറപ്പാക്കുന്നുള്ള കുറച്ച് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആരോഗ്യമന്ത്രിയടക്കം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചു. ആരോഗ്യമന്ത്രി കാരണം നമുക്ക് ആരോഗ്യമന്ത്രിയോടോ അല്ല ആരോടോ വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇത്രയും അനുഭവിച്ച ഒരാൾ, ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആരോഗ്യമന്ത്രി നമുക്ക് വന്ന് ഉറപ്പ് തന്നതാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ കഴിയാനിട്ടൊന്നുമല്ല, അവർ ചെയ്യൂല എന്നുള്ള വാശിയില്ല, അവരെല്ലായിടത്തും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നമുക്ക് തന്ന ഉറപ്പുകളൊക്കെ വെറും വാഗ്ദാനങ്ങളായിട്ട് മാത്രം ഒതുങ്ങി, പ്രവൃത്തിയിലൊന്നും അത് വരുത്തിയില്ല. പുറമെ അങ്ങനെ മീഡിയക്കാരൊക്കെ ചോദിക്കുമ്പോൾ മാത്രം അതിന് മറുപടി ഞങ്ങളത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ചെയ്തോളാം എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് ഒരു തരത്തിലുള്ള സഹായം നമ്മളടുത്തേക്ക് എത്തിയില്ല. ഇത്രയും നമ്മൾ ചികിത്സക്ക് തന്നെ ലക്ഷങ്ങൾ ചിലവഴിച്ച നമുക്കാണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം രൂപ അന്ന് പ്രഖ്യാപിച്ചത്. അത് പോരാന്ന് പറഞ്ഞാൽ അതിന് ശേഷം സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് ചികിത്സാ സഹായമെങ്കിലും ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ നമ്മളോടൊരു അനുകൂല നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അവരെ പോലുള്ള ജനപ്രതിനിധികൾ പരാജയപ്പെടെ ജനങ്ങൾ വിലയിരുത്തണമെന്നുണ്ടല്ലോ. അതായത് നമ്മൾ വെറുതെ ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നല്ലോ, ജനങ്ങൾ കാണുന്നില്ല ഇതൊക്കെ. പരാജയപ്പെട്ടതിലൊന്നും ഒന്നും പറയാനില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതുപോലെയുള്ള ആളുകളല്ല നമ്മൾ ഭരിക്കേണ്ടത്, ഭരിക്കപ്പെടേണ്ടവർ മാറണം എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അതന്നെയാണ് തോൽവിൻ്റെ കാരണം. ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? ഇപ്പോൾ സർക്കാരിനോട് പറയാനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഞങ്ങൾക്ക് ഇത്രയും സാമ്പത്തികമായിട്ട് തന്നെ അത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സാമ്പത്തിക നഷ്ടപരിഹാരം തീർച്ചയായും ഉണ്ടാവണം. പിന്നെ ഇത് ചെയ്തവർക്കെതിരെ മാതൃകാതുല്യമായ ഒരു ശിക്ഷാ നടപടി ഉണ്ടാവണം. കാരണം ഇത്രയും വലിയൊരു വീഴ്ച ആണ് അവർ മനഃപൂർവ്വം ചെയ്തെന്ന്. പക്ഷേ ചെയ്ത തെറ്റ് അവർക്ക് പറഞ്ഞതിനൊരു പരിഹാരം 4 വർഷത്തോളമായി നമ്മളിതിനെ പുറകെ, 10 വർഷത്തോളം ആവുന്നു, 9 വർഷത്തിനടുത്തായി പ്രയാസം.
അപ്പോൾ അവർക്ക് പറഞ്ഞ് നമുക്ക് അതിനൊരു പരിഹാരം കാണാമായിരുന്നു. പക്ഷെ അവരൊന്നും അതിന് തയ്യാറായില്ല. നമ്മൾ കുറ്റക്കാരാകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെയുള്ള പിഴവുകൾ ഇനി സംഭവിക്കാൻ പാടില്ല. അനുഭവസ്ഥ എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണിത്. അപ്പോൾ നമ്മൾ വെറും ഒരു കത്രിക അല്ല അത് എടുത്തില്ല എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ചെറിയ 26-ാം വയസ്സിലാണ് എൻ്റെ വയറിലത് കുടുങ്ങുന്നത്. ഞങ്ങളുടെ ജീവിതവും എല്ലാം കൊണ്ടും 10 വർഷത്തോളമായി, ആകെ 14 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അതിൽ 10 വർഷത്തോളമായി ഈ ദുരിതത്തിൽ ഇങ്ങനെ ജീവിക്കുക. ചെറിയ കുട്ടികളാണ്, അവരൊന്ന് ശരിക്കും നോക്കാനോ അവരെ കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാത്ത സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് ഞങ്ങൾ തകർന്ന് ഞങ്ങൾ ആത്മാഭിമാനം വരെ പണയം വെക്കുന്ന രൂപത്തിലേക്ക് എത്തി. കാരണം നമ്മൾ ഈ സാമ്പത്തികാവസ്ഥ ഒക്കെ നമ്മളിങ്ങനെ പുറത്ത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. അപ്പം എല്ലാം കൊണ്ടും നമ്മൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തകർന്ന് തരിപ്പണായി. അപ്പം അതിനൊരു പരിഹാരം കാണാൻ ആർക്കും പറ്റിയില്ല. അപ്പം അത് ഈ ഒരു നിയമ പോരാട്ടത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ ഈ നാട്ടുകാരിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതികരണം എന്താണ്? ആരെങ്കിലും ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കമൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തുടക്കത്തിലൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സമരത്തിനിറങ്ങിയ ആ ഒരു സമയത്തൊക്കെ നമ്മൾ തെരുവിലാണല്ലോ, മെഡിക്കൽ കോളേജിന് മുമ്പിൽ, അവിടെ നിന്നാണ് സംഭവിച്ചത്, അവിടെ നിന്ന് അതിൻ്റെ മുമ്പിൽ സമരത്തിലിരുന്ന് വെറുതെ അങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളൊക്കെ ഒരുപാട് പലതരത്തിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് അവസാനം പകുതിയിൽ നിർത്തി പോകേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്, ഒന്നിനൊരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി മരണം കൊണ്ടാണെങ്കിൽ മരണം കൊണ്ട് അത്രയും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. നീതി ലഭിച്ചേ ഞങ്ങൾ പുറകോട്ടുള്ളൂ. ഒരു ഹർഷിനെ മാത്രമല്ല, ഇനി ഒരാൾക്കും ഈ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നിർഭാഗ്യവശാൽ ഇപ്പൊക്കെ കഴിഞ്ഞ ഒരു ചേച്ചി ആലപ്പുഴ ഇതേ സെയിം സംഭവം കത്രിക കുടുങ്ങിയിട്ടും. അപ്പം ഇതുപോലെയുള്ള പിഴവുകൾക്ക് ഒരു അതിനെതിരെ ഒരു തക്കതായ ശിക്ഷാ നടപടി എടുത്തില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്നുള്ളതാണ്. കാരണം ഇത് നമ്മളെ ജീവനല്ലേ, ഓരോ മനുഷ്യൻ്റെ ജീവനല്ലേ നമ്മൾ ഇവരെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ശ്രദ്ധയോടുകൂടി അവർ ചെയ്യണ്ടേ. അപ്പോൾ ചെയ്യാത്തതും പോരാ, അവർക്ക് പിഴവ് പറ്റിയിട്ട് അത് സമ്മതിക്കാനും കഴിയും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എത്രത്തോളം യുദ്ധം ചെയ്താലാണ് ഇവരോടൊക്കെ ഒന്ന് നീതി ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ ഇത്ര കാലം കൊണ്ട്. അപ്പോൾ അതിന് സർക്കാർ ഇടപെട്ടിട്ട് അതിനും ഒരു രോഗികൾക്കൊരു സംരക്ഷണ നിയമം കൂടി ഉണ്ടാക്കണമെന്നും കൂടി നമ്മൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ ഡോക്ടേഴ്സിനും ആരോഗ്യ പ്രവർത്തകർക്കും ഒരു സംരക്ഷണ നിയമമുണ്ട്, അവർക്ക് എന്ത് സംഭവിച്ചാലും. അതുപോലെ ഇത് നമ്മളെ ജീവൻ അവരെ കൈ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഇതുപോലെ പ്രത്യക്ഷമായ തെളിവുകളുള്ള, പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ഡോക്ടേഴ്സിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ് ജീവനൊക്കെ. പക്ഷേ ഇതുപോലെ പ്രത്യക്ഷമായ തെളിവുകളുടെ പിഴവുകളിൽ ഒരു മാതൃകാപരമായ ശിക്ഷാ നടപടി ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാവർക്കും ഇതൊരു നിസ്സാരമായി പോവും. ഓരോ മനുഷ്യൻ്റെ ജീവൻ ഓരോ കുടുംബത്തിൻ്റെ അത്താണി, അല്ലെങ്കിൽ ഓരോ കുടുംബമാണ് തകരുന്നത്, ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു വ്യക്തി മാത്രമല്ല. അപ്പോൾ അതിനൊരു പരിഹാരവും കൂടെ ഉണ്ടാവണം. ഏതായാലും ഈ പുതിയതായി വന്ന UDF സർക്കാരിനെ കണ്ട് മുഖ്യമന്ത്രി അടക്കം കാണുവാൻ തന്നെയാണ് ഹർഷനയുടെ തീരുമാനം. അനുകൂലമായിട്ടുള്ള നടപടികളടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് ഹർഷനയുടെ പ്രതീക്ഷയും.